രമണിയാ ഇന്ന് രണ്ടെണ്ണം അടിക്കുന്നത് എങ്ങനാ? ഓ, ആ സാവ് വന്നിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞേനെ. പുള്ളി കാണുന്നില്ല, എന്താന്ന് അറിയില്ല. കൈയും കാലും ഒക്കെ അതെ, കയ്യും കാലും ഒക്കെ അങ്ങോട്ട് ശരിയാ. ആഴ്ച ഇല്ലാത്ത കൊച്ചിന്റെ പേരും പറഞ്ഞു പാടി കുറെ കാശുണ്ട് ഉണ്ടാക്കി. അത് ഒരാഴ്ച അതുകൊണ്ട് അങ്ങ് നമ്മളങ്ങ് മെയിൻ്റനൻസ് പോയി. ഓ, ഇനിയിപ്പോൾ ഈ ആഴ്ചയിലുള്ള കാര്യമാണ് ഇങ്ങനെ ആലോചിക്കുന്നത്, എന്ത് ചെയ്യണമെന്നുള്ള കാര്യം. എന്തെങ്കിലും വഴി നമ്മൾ ഒപ്പിക്കും. ആ സാബ് വന്നാൽ രക്ഷപ്പെട്ടു. നമ്മുടെ വിഷ്ണു വരുന്നു. എന്തെങ്കിലും നമുക്ക് ശരിയാക്കണം. ശരിയാക്കണ്ടേ? പിന്നെ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ പറ്റത്തില്ല. ഈ ആഴ്ച നമുക്ക് എങ്ങനെയെങ്കിലും ആരെ പറ്റിച്ചെങ്കിലും സെറ്റ് ചെയ്യണം, അല്ലെ പറ്റത്തില്ല. സാവചായം വന്നില്ലേ? പുള്ളി ഉണ്ടെങ്കിൽ എന്തെങ്കിലും പരിപാടി സെറ്റ് ആകത്തുള്ളൂ. പരിപാടി സെറ്റ് ആവണമെന്നോ? കുരുട്ടുബുദ്ധിയുടെ ആശാന. അത് ശരിയാ, കുരുട്ടുബുദ്ധിയുടെ ആശാന. എന്തെങ്കിലും പുള്ളി ഒപ്പിക്കും. എല്ലാരും ഉണ്ടല്ലോ. എന്തെങ്കിലും ഒരു വഴി പറ. എവിടെ ആയിരുന്നു? ഇവിടെ നമ്മൾ രണ്ടെണ്ണം അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയ്യും പറിച്ച് ഇവിടെ ഇരിക്കുവായിരുന്നു. എന്തെങ്കിലും ഒരു കുരുട്ടുബുദ്ധി പറ പെട്ടെന്ന്. ഞാനേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ ചിന്തിക്കുന്ന ആളല്ല. ചില കാര്യങ്ങളൊക്കെ എൻ്റെ പുറകിലുണ്ട്. ഇത് നിങ്ങൾ ചിന്തിക്കുമ്പം ഒന്നീ ഒരാഴ്ചത്തേക്കുള്ള കാര്യം, അല്ല ഒരു മാസത്തേക്കുള്ള കാര്യം. ഞാൻ ഒരു വർഷം അല്ലെങ്കിൽ ഈ ആയുസ് മുഴുവൻ അടിച്ച് പൊളിക്കാനുള്ള സെറ്റപ്പുമായിട്ട് ഞാൻ ചിന്തിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, അവൻ എന്തെങ്കിലും മുറുക്കുബുദ്ധിയും കൊണ്ട് വരുമെന്ന്. എടാ, ഒന്നാമത് എനിക്ക് ഈ വിയർപ്പിൻ്റെ അസുഖമുണ്ട്, പോരാഞ്ഞിട്ട് വിശപ്പിൻ്റെ അസുഖം. ഇതിന് രണ്ടിന് വേണം മരുന്നോട്ട് കണ്ടുപിടിച്ചിട്ടില്ല. നമുക്ക് എല്ലാവർക്കും ഉള്ളതല്ലേ? അതുപോലെയല്ലല്ലോ ഞാൻ. നീ നിന്റെ ഐഡിയ ഒന്ന് പറഞ്ഞു തോലയ്ക്ക്. രണ്ടെണ്ണം അടിക്കാനുള്ള വകുപ്പ് നോക്കാം ആദ്യം. കല്യാണാലോചനയൊക്കെ വരുവാന്നാണല്ലോ കേട്ടത്. അപ്പോൾ വിയർപ്പിൻ്റെ അസുഖമൊക്കെ ഉള്ള സ്ഥിതിക്ക് എങ്ങനെ? വിയർപ്പിൻ്റെ അസുഖമുള്ള നീ ഇപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് മുന്നോട്ട് എങ്ങനെ പോവും? അത് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമൊന്നുമില്ല. എടാ, എൻ്റെ ഭാര്യയെ പണിക്ക് വിട്ടിട്ടാണെങ്കിലും ഞാൻ ജീവിക്കും. എനിക്കതല്ല വിഷമം. നിങ്ങളിനി എങ്ങനെ മുമ്പോട്ട് ജീവിക്കുമെന്നാണുള്ളതാണ് എൻ്റെ പ്രശ്നം. അത് ഓർക്കുമ്പോഴാ ആ ഒരു വിഷമം. ഇപ്പോൾ വാദി പ്രതിയായോ? ഇപ്പോൾ പെണ്ണിനെ കിട്ടാൻ പാടാ. അതിലൊന്നും എനിക്കൊരു വിഷമവും ഇല്ല മോനെ. തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപെടുത്തിയ ചവർ പോലെ വണ്ണങ്ങൾ കിടപ്പുണ്ട്. പിന്നെ ഞാനെന്തിനാ വിഷമിക്കുന്നു? അതിനാ ഞാൻ നേരത്തെ അങ്ങ് കെട്ടിയത്. നിനക്ക് അങ്ങനെ തന്നെ വേണം. ഇതിലും വലുതെന്തോ നിനക്ക് വരാനുള്ളത്. തനിക്കുള്ള പണി വരുന്നുണ്ട്, നീ വാങ്ങിച്ചു. ചേട്ടാ സെറ്റ് കൂടി ഇവിടെ വന്നിരിക്കുവായിരുന്നല്ലേ? എത്ര തവണ ഞാൻ ആ ഫോണിലോട്ട് വിളിച്ചു ചേട്ടാ. ഫോണൊന്ന് എടുത്ത് നോക്കിക്കേ. ഫോണ് സ്വിച്ച് ഓഫാ. പാലായ്ക്കുള്ള വണ്ടി പോയോ? മാഷേ, തന്റേതല്ലാത്ത കാരണത്തിലേ വിവാഹബന്ധം ഏർപ്പെടുത്തിയ ഒരുപാട് പെൺകുട്ടികളെ കിട്ടും. പക്ഷെ കൂട്ടത്തിലൊരു കൊച്ചു ഫ്രീ കിട്ടും. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ എനിക്കൊരു കൊച്ചു ഫ്രീ പോരാ, വലിയ ഫ്രീ വേണം. എന്തൊരു മരവാഴയാണ്. ഒരു കൊച്ചിന് ഫ്രീ കിട്ടുമെന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കല്യാണമേ വേണ്ട. നിങ്ങൾ നുണയും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കേ. എനിക്ക് പഞ്ചായത്തിൽ പോണം. എടി, ഇവിടെ ഇരിക്കേ, ഇതിവിടെ കേട്ടിട്ട് പോകും. അവള് പോയി. എന്തൊരു പേടിച്ചു പറഞ്ഞാടാവും. സാബുവേ, കാര്യം പറഞ്ഞ കാട് കയറാതെ നിന്റെ ഐഡിയ പറയും. ഞാൻ പറയുന്ന പോലെ ചെയ്യാവോ? ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ചെന്നാൽ നമ്മൾ ക്രിസ്ത്യാനിയാകണം. ഒരു മുസ്ലിമിനെ കണ്ടാൽ നമ്മൾ മുസ്ലിം ആകണം. ഒരു ഹിന്ദുവിനെ കണ്ടാൽ നമ്മൾ ഹിന്ദു ആകണം. ഇത് പറ്റുമോ? നിൽക്കാൻ പറ്റും. നമ്മളെല്ലാം കൂടെ ഉണ്ടാവും. ആരുടെ കയ്യിലൊരു അപ്പൊ ശരി, ഇപ്പൊ വരാം. എല്ലാരും എന്തോ നല്ല ഉടായ്പായിട്ട് ഇരിക്കുകയാണല്ലോ. ചേട്ടൻ ഞങ്ങളെ കൂടെ കൂടുന്നു. അല്ലെ ചിക്കന് വല്ലതും തടയോ? ഒപ്പിക്കാം. എങ്കിൽ ഞാൻ വരാം. കൂടെ ഗുണം ചെയ്യുന്ന കാര്യമാ. ആണോ? ചിക്കന് തടയുന്ന വല്ല കേസാണല്ലേ? ഞാനും ഡബിൾ ഓക്കെ. എന്നെ കൂടെ കൂട്ടുമോ നിങ്ങളുടെ കൂടെ? പോട്ടെ. ചേട്ടന്റെ പേരെന്തുവാ? ചന്തു.
ആ ബെസ്റ്റ്. ചതി. ഞാൻ ചോദിക്കത്തില്ല. ഞങ്ങളൊരു പരീക്ഷണത്തിനില്ലേ. നീ ഒന്നും ഒരു കാലത്ത് നന്നായത് കാരണ ഇന്നും കൂടെ കൂട്ടിയാ പറഞ്ഞേ. അത് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ. സാബു വരുന്നുണ്ട്. സാധനം കയ്യിലുണ്ടല്ലോ. ആരാടോ വന്ന്? അത് നമ്മുടെ കൂട്ടത്തിൽ കൂടെ ആ ഒരു പുള്ളി വന്നതാ. എന്നാ പുള്ളിയുടെ പേരെന്നാ? ചന്തു. എല്ലാ സംഭവങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് വർക്കൗട്ട് ആക്കി എടുത്താൽ മതി. അപ്പൊ തുടങ്ങല്ലേ? വാ. ഓക്കെ പോരെ. ആണ് വിശുദ്ധ ആറ്റുമണൽ. കണ്ടല്ലോ, കണ്ടോ? ഇതിനെ നമ്മൾ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് ഓരോ വീടുകളിൽ കൊണ്ട് നമ്മൾ ഇത് അങ്ങോട്ട് കൊടുക്കും. ഈ മണലാണ് ഇനി അത്ഭുതങ്ങൾ കാണിക്കാൻ പോകുന്നത് പല വീടുകളിലും. ഈ ആറ്റുമണലോ? ഇനി ഇത് വിശുദ്ധ മണല. ക്ലിക്കായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ആറ്റിൽ വന്ന് മണൽ മതിയാവാതെ വരും. നോക്കും. അപ്പൊ നമുക്ക് കടലിൽ നിന്ന് വരാം. ആഹാ, വിളിക്കും. പൊളിയാതിരുന്നാ മതി. അങ്ങനെ പറയരുത്. ഇനി മണൽ മാഫിയാന്നും പറഞ്ഞോണ്ട് പോലീസ് ചെയ്യപ്പെട്ട് നമ്മളെ പുറകെ നടക്കൂ. നിങ്ങളെന്തിനാ പലരും? ഹലോ, ആരും ഇല്ലേ ഇവിടെ? ആ ഓളിമല്ലെന്ന് അടിക്ക. ഹലോ, സ്വാമിയോ? നമസ്കാരം. അയ്യോ, സ്വാമിയെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് യൂട്യൂബിനകത്ത്. യൂട്യൂബ് സ്വാമിയല്ലേ? ഇരിക്കുക. അല്ല, നമുക്ക് ഇരിക്കാൻ നേരമില്ല. ഒരു വെളിപാടുണ്ടായിട്ട് ഇങ്ങോട്ട് വന്നാ കുറച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് നാം ഇപ്പൊ എങ്ങനെ പോവും. നമ്മുടെ ശിഷ്യന്മാരാണേ. ഇരിക്കുക സ്വാമി. എന്നാലും സമയമില്ല. ഒരു കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിട്ട് നാം അങ്ങോട്ട് പോവുക. സ്വാമി വിഭൂതി തന്നേക്കൂ. വേദി ഇപ്പൊ തരാൻ പറ്റില്ല. നിക്ക, കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയട്ടെ. താങ്കളുടെ നാളെന്താണ്? നാള് ഐ ബുദ്ധിമുട്ടെന്ന് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. മൂലം അല്ലേ? അതെ. ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പോട്ടെ, സാരമില്ല. ഇത് നമ്മുടെ ആശ്രമത്തിലെ ദേവിയാണ്. വേണമെന്ന് പരിചയപ്പെട്ടോളുക. ഒരനുഗ്രഹം വാങ്ങിച്ചോളുക. നല്ലതാണ്. ഇതാരെ സ്വാമിയാണോ? അത് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് അറിയുള്ളൂ. അയാളോട് ചോദിക്കൂ. ഏത് സ്വാമിയാ? ഞാനും ആസാമിയാണേ. ആ സ്വാമിയാണ്. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മുടെ കയ്യില് ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഈ സാധനം നമ്മള് അവിഷ്ടാനന്ദ അങ്ങനെ സാധനം കേട്ടിട്ടുണ്ടോ? ഉണ്ട് സ്വാമി. അവിടുത്തെ മണലാണിത്. ആ മണല് നിങ്ങളുടെ ഭവനത്തിൽ കൊണ്ടുവച്ചാൽ സകല ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളുടെ പണങ്ങിപ്പോയ ഭാര്യ തിരിച്ചു വരും. എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സ്വാമി. എനിക്ക് പിന്നെ നിങ്ങൾ വാങ്ങിച്ചോളുക. ഇതിന് 2 ലക്ഷം രൂപ റേറ്റ് വരുന്നതാ. താങ്കളായതുകൊണ്ട് ഞാൻ ഒരു 20,000 രൂപയ്ക്ക് അങ്ങോട്ട് തരുന്നു. അങ്ങയുടെ സകല നന്മകളും ഉണ്ടാകട്ടെ. എല്ലാവരും അനുഗ്രഹിക്കുക. പിന്നെ ഒരു കാര്യം, പൈസ തരുന്നത് ഗൂഗിൾ പേ ആയിരിക്കണം. ടാക്സ് കൃത്യമായിട്ട് അടക്കേണ്ടതാണേ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവുക. ആയിക്കോട്ടെ സ്വാമി. എന്നാ പോട്ടെ. ആയിക്കോട്ടെ. സഹോദരൻ കൃഷിയിലാണ് വരുമാനമല്ലേ? എനിക്ക് ദൈവത്തിന്റെ ഒരു ഉൾവിളി വന്നിട്ട് ഞാൻ സഹോദരനെ കാണാനായിട്ട് വന്നതാണ്. സഹോദരന് ഇപ്പോൾ എത്ര വയസ്സായി? ഇപ്പൊ 60 വയസ്സായി. 60 വയസ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഇപ്പൊ 60 വർഷമായി. കർത്താവ് എനിക്ക് തെറ്റിയില്ലല്ലോ, കൃത്യമാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇസ്രായേലിന്റെ മണ്ണിൽ പോയിട്ട് വരുമ്പോൾ ദൈവം എനിക്ക് അവിടെ നിന്ന് കുറച്ച് മണൽ തന്നു. ഞാൻ ആ മണലുമായിട്ട് സഹോദരനെ കാണാനായിട്ട് വന്നതാണ്. ഇസ്രായേലിന്റെ മണ്ണിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കർത്താവിന്റെ ശിഷ്യന്മാരുടെ കാല് പതിഞ്ഞ സ്ഥലമാണ്. അവിടുത്തെ ആ പാദത്തിൽ നിന്ന് വാരിയെടുത്ത മണ്ണ് ഞാനതൊരു ബോട്ടിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. സഹോദരന്റെ ഭവനത്തിന് അത് അനുഗ്രഹമായി തീരട്ടെ.
ഒരു വിടുതലായി തീരട്ടെ, ഒരു നന്മയുണ്ടാകട്ടെ. അതിനായിട്ട് സഹോദരനെ ഞങ്ങൾ ഈ മണ്ണ് സമർപ്പിക്കുകയാണ്. എവിടെ മണ്ണിൽ ഈ മണ്ണ് സഹോദരന്റെ ഭവനത്തിൽ കൊണ്ടുവച്ച് കഴിയുമ്പോൾ സകല നന്മകളും സഹോദരന്റെ ഭവനത്തിൽ ഇറങ്ങി വരുന്നതാണ്. ഇതിനായിട്ട് സഹോദരൻ എങ്ങും പോകേണ്ട ആവശ്യമില്ല, ആരുടെ മുന്നിലും കൈ നീട്ടേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതറിഞ്ഞിരിക്കുക, എൻ്റെ ഗൂഗിൾ പേ നമ്പർ 982473712345678910. ആ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യുക. 20,000 രൂപ മാത്രം തന്നാൽ മതി. ഇതിന് ആവറേജ് ഒരു 2.5 ലക്ഷം രൂപയെങ്കിലും ചെലവ് വരും. സഹോദരന് വേണ്ടി ആയതുകൊണ്ട് മാത്രം ഞങ്ങൾ 20,000 രൂപയ്ക്ക് തരികയാണ്. നന്മയുണ്ടാകട്ടെ. എൻ്റെ കൈ പോയല്ലോ, വീണ്ടും അനുഗ്രഹിക്കുന്നു. എല്ലാവരും ഒന്ന് അനുഗ്രഹിക്കാം. നന്മ വരട്ടെ. മറന്നു പോകരുത്, ഗൂഗിൾ പേ നമ്പർ മറന്നു പോകരുത്. ഇട്ടേക്കണം, അല്ലെ കർത്താവ് കോപിക്കും കേട്ടോ. അപ്പൊ ഞങ്ങൾ പോവുകയാണ്. സ്വാമിയല്ലോ താനെ മത്തായിച്ച ഓടിവാ സ്വാമിയായിട്ട് എന്റെ വീട്ടിൽ വന്നാ മത്തായിച്ച ഗൂഗിൾ പേ ആയിട്ട് പോയത് പോയോ? അയ്യോ, നീ വന്നില്ലായിരുന്നു, എന്റെ 20,000 രൂപ പോയത്. കർത്താവ് ആ പദ്ധതിയും പൊളിഞ്ഞല്ലോ. നിങ്ങൾക്ക് ജീവനെ കൊതിയുണ്ടോ? എന്നാ ഓടിക്കോടാ. തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. നീ തക്ക സമയത്തിന് ഇവിടെ എത്തിയത് കൊണ്ട് എൻ്റെ 20,000 രൂപ പോയില്ല. ഇതുപോലാണ് നമ്മളെ നാട്ടിലുള്ള പലരെയും ഇവന്മാർ പറ്റിക്കുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ ഇത് തിരിച്ചറിയണം. ഇതുപോലുള്ള തട്ടിപ്പ് വീരന്മാരെ കെണിയിൽ ആരും തന്നെ പെടരുത്.